ഹായ് ഫ്രണ്ട്സ്, ഇന്ന് 4 മണി പലഹാരം ഇഡ്ഡലിയും ചോറും വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന, ഞാൻ 4 മണി പലഹാരം എന്ന് പറഞ്ഞിട്ട് ഇഡ്ഡലി വെച്ചിട്ടൊരു ഉപ്മാവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ഇഡ്ഡലിയും നമ്മുടെ ചോറും, ഉച്ചയ്ക്ക് കഴിക്കുന്ന ചോറ്, അത് ഏത് ചോറും ആകാം. മറ്റേ പുഴുക്കലരിയുടെ തന്നെ ചുവന്നരി ചോറോ അതല്ലെങ്കിൽ വെള്ള അരിയുടെ ചോറോ, അത് ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ട് നമുക്കൊരു 4 മണി പലഹാരം, ഒരു വടയാണ് തയ്യാറാക്കുന്നത്. അതിന് ഞാൻ ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഞാനൊരു 5 ഇഡലി ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ 1 കപ്പ് ചോറ് മിക്സിയിലിട്ടൊന്ന് അരച്ചതാണ്. അപ്പോൾ നമുക്ക് ഈ ഇഡലി ഒന്ന് കൈ വെച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ പൊടിച്ച നമ്മുടെ ഇഡലിയിലേക്ക് കുറേശ്ശെ അരിപ്പൊടി വളരെ കുറച്ച് വെച്ച് നമുക്ക് അരിപ്പൊടി ഒന്ന് മിക്സ് ചെയ്യണം. കാര്യം ഇത് ഇഡലി ഒന്ന് വിട്ട് കിട്ടുന്ന രീതിക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറേ അളവ് ഞാനിപ്പോൾ പറയുന്നില്ല, കാര്യം നമ്മൾ എടുത്തിരിക്കുന്ന ഇഡലി വിട്ട് വരുന്ന ആ ഒരു ടൈമാണ്. കാര്യം ഞാനിപ്പോൾ 1 കപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഡലിയുടെ ആ മയം അനുസരിച്ച് അത്രയും വേണ്ടി വരില്ല. അപ്പോൾ അരിപ്പൊടി അത് നിങ്ങൾക്ക് ഏതോ എടുക്കാം, പുട്ടിൻ്റെ പൊടിയോ ഇടിയപ്പത്തിൻ്റെ പൊടിയോ ഏതായാലും കുഴപ്പമില്ല. നമുക്ക് ഇഡലി നമ്മുടെ കയ്യിലൊട്ടാത്ത രീതിയിൽ നമുക്ക് വിട്ട് കിട്ടണം. അതനുസരിച്ച് നമുക്ക് പൊടി ചേർത്തൊന്ന് മയപ്പെടുത്തിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം 4 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് ചേർത്തത്. ഇതിനി ആവശ്യത്തിന് ഉപ്പ്, ഇഡലിക്ക് ഓൾറെഡി ഉപ്പുള്ളതാണ്. നമ്മൾ പിന്നെ അരിപ്പൊടി ഇട്ടിട്ടുണ്ട്, അരിപ്പൊടിയും പിന്നെ ഇനി നമ്മൾ ചോറും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാനിവിടെ വെജിറ്റബിൾസ്, ക്യാബേജ് കുറച്ചരിഞ്ഞത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ഭാഗം ക്യാബേജാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഒരു പിടി എടുക്കാവുന്ന രീതിയിലുള്ള ക്യാബേജ്. പിന്നീട് 2 പച്ചമുളക് എരിവനുസരിച്ച് ചേർത്തിട്ടുണ്ട്. പിന്നീട് ഇഞ്ചിയും 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി കൊത്തി അരിഞ്ഞത്. അതുപോലെ പച്ചമുളക്, സവോളയും ഞാൻ ഒരു വലിയ സൈസ് സവോളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ടാണ്. കായപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആ ഒരു സ്മെല്ലും അതിൻ്റെ ഫ്ലേവറും വളരെ ടേസ്റ്റ് നമുക്ക് ഈ വടയ്ക്ക് നൽകും. കൂടാതെ നമുക്ക് ഇതിനൊപ്പം തന്നെ വളരെ കുറച്ച് വെജിറ്റബിൾ മസാല കൂടി ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ മസാലയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് അധികം കിട്ടണ്ട, നമ്മൾ കായപ്പൊടിയും കൂടെ ഒക്കെ ചേർത്തിട്ടുണ്ട്. എങ്കിലും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് വെജിറ്റബിൾ മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇതിനി നമുക്കൊന്ന് മിക്സ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർക്കുന്നത്. അത് നമുക്ക് കുറേശ്ശെ എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാര്യം ഇതൊന്ന് ഉരുട്ടിയെടുക്കുന്ന അളവിലേക്ക് നമുക്കിങ്ങനെ ഉരുട്ടി നമ്മുടെ കയ്യിൽ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ആ ഒരു അളവിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന ചോറിൽ നമുക്ക് കുറേശ്ശെ എടുത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്ത ചോറ് കംപ്ലീറ്റ് എനിക്ക് അത് യൂസ് ചെയ്തു. അപ്പോൾ അതനുസരിച്ച് എടുത്തപ്പോഴത്തേക്കും ഇതുപോലെ നല്ലൊരു ഡോ ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അതുപോലെ ആദ്യം ഇപ്പോൾ ചേർക്കുന്നതിനനുസരിച്ച്, അഥവാ നിങ്ങളെടുത്ത ചോറ് അരച്ചതിന് ശേഷം ബാക്കി വരികയാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ വീണ്ടും അരിപ്പൊടി കുറച്ച് യൂസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ എടുത്ത ഇഡലിക്ക് കറക്റ്റ് അളവ് ഞാൻ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും അതുപോലെ ഞാൻ 1 കപ്പ് ചോറ് അരച്ചതും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഉരുട്ടി ഓരോ ബൗൾസ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ചെറിയ വടയുടെ ഷേപ്പിൽ പരത്തിയോ നമുക്ക് വറുത്തെടുക്കാം. അതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ ഓരോ ബൗൾസും എടുക്കുമ്പം നമ്മൾ വെള്ളം ഒന്ന് തൊട്ട് കൈ നനച്ചതിന് ശേഷം നമുക്കിതിൽ നിന്ന് എടുത്ത് നമുക്ക് 2 കൈയിലും ഇതുപോലെ എടുത്ത് 2 കൈയിലും ഇത്തിരി വെള്ളം നനച്ചിട്ട് കുഴച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നമുക്കൊരു കട്ട്ലറ്റിൻ്റെയൊക്കെ ഷേപ്പിൽ നമുക്ക് ഉരുട്ടി നന്നായിട്ടത് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ എടുത്ത് നമുക്ക് ഇതിൽ നിന്ന് ഓരോ ഉരുളകളും എടുത്ത് ഇതുപോലെ ഒരു ഷേപ്പിനാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ഞാനിവിടെ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് ബൗൾസാക്കി ചെറിയ ഷേപ്പിന് ഇതുപോലെ ഉരുട്ടി പരത്തിയെടുത്തണം. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഡലി ആണെങ്കിലും ചോറാണെങ്കിലും വെന്തതാണ്. അപ്പോൾ അധികം വേവാനായിട്ടൊന്നുമില്ല. നമുക്ക് 2 സൈഡും നന്നായിട്ടൊന്ന് മൊരിച്ചതിന് ശേഷം നമുക്ക് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് മൊരിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ
ഇത് ഒരു സൈഡാവട്ടെ. തീ ഒന്ന് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇവിടെ നമ്മുടെ വട ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് റൈസ് ഇപ്പം അരിപ്പൊടിയും ഇഡലിയൊക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങ് വളരെ ഇതായിട്ടങ്ങ് ബ്രൗൺ കളർ ആകില്ല. ഇതിപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് ഇത് ഏകദേശം നമുക്ക് ഇനിയിപ്പം എടുക്കാനുള്ള പരുവമായിട്ടുണ്ട്. രണ്ട് വശവും നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കുറച്ച് നമുക്ക് ഇഡലിയും അരിപ്പൊടിയും ചോറുമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം തന്നെ വെന്തിട്ടുള്ളതാണ്. പിന്നെ അരിപ്പൊടി മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്ക് എന്തായാലും ഓരോന്നായിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഇഡലിയും ചോറും വെച്ചിട്ടുള്ള വട ഇത് നമുക്ക് വളരെ പെട്ടെന്ന്, അല്ലെങ്കിൽ വീട്ടിൽ ഇഡലിയൊക്കെ ഉള്ളപ്പോൾ ബാലൻസ് വരുമ്പം നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്യാവുന്നത്. ചോറും എന്തായാലും വീട്ടിൽ കാണും. അപ്പം നമുക്ക് പുറത്ത് പോയി വേറെ ഒന്നും വാങ്ങിക്കേണ്ട. ഇതിപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ക്യാബേജ് ഇല്ല എങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഓപ്ഷനിലാണ് ക്യാബേജ് ഇട്ടേക്കുന്നത്. സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും മാത്രം മതി. പിന്നെ കായപ്പൊടി, ഞാൻ വെജിറ്റബിൾ മസാല അത് ഞാൻ അതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇട്ടത്. പിന്നെ കായപ്പൊടി എന്തായാലും മസ്റ്റാണ്. കായപ്പൊടിയുടെ ടേസ്റ്റ് വളരെ ഇതിന് സ്വീറ്റ്, ആ ഒരു നല്ലൊരു കായപ്പൊടിയുടെ ടേസ്റ്റ് തന്നെയാണ് ഇതിന് വെറൈറ്റി കൊടുക്കുന്നത്. ഇത് പുറമേ നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുക. നമുക്ക് നന്നായിട്ടത് ഉള്ളു നല്ല സ്പോഞ്ചി ആയിട്ട് ഉള്ളും പുറമേ നല്ല ഹാർഡായിട്ട് ഇരിക്കുന്ന നല്ലൊരു റെസിപ്പിയാണ്. നമുക്ക് സോസിൻ്റെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റുണ്ട്. ഉപ്പും എല്ലാം കറക്റ്റ് തന്നെയാണ്. ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഉള്ളു നല്ല ആ ഇഡലിയുടെയും ആ ചോറിൻ്റെ നല്ലൊരു ആ ഒരു സോഫ്റ്റ്നെസ് ഇതിനകത്തുണ്ട്. അപ്പോൾ സോസൊക്കെ കൂട്ടി ഇത് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്കും വീട്ടിൽ ഹസ്ബൻഡിനൊക്കെ വളരെയേറെ ഇഷ്ടമാകും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ല വടയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. ബൈ.